മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു AK ട്രാവൽ ലോഗ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കഴക്കൂട്ടത്താണ്. അപ്പോൾ ഇതൊരു ഓഫ്ലൈൻ ഓട്ടം കിട്ടി. ടെക്നോ പാർക്ക് വരെ വന്നു. ഫേസ് 3-ലായിരുന്നു ഡ്രോപ്പ്. ഒരു 6 എംപ്ലോയീസോളം ഉണ്ടായിരുന്നു. അവരിങ്ങനെ ഇടയ്ക്ക് വിളിക്കും. അങ്ങനെ ഒരു ഓഫ്ലൈൻ ട്രിപ്പ് വന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞു നമുക്ക് യൂബറെല്ലാം ഓൺ ചെയ്തു. ഈ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. ഇന്നലെ ഫുള്ള് ഇന്റർസിറ്റി ട്രിപ്പായിരുന്നു. ഞാനത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒരു കണക്കിന് ചെറിയ രീതിയിൽ നോക്കുകയാണെങ്കിൽ നഷ്ടമാണ്, പ്രത്യേകിച്ച് വലിയ വണ്ടികൾക്ക്. കാരണം ഇന്നലത്തെ ഏണിങ്സും കിലോമീറ്ററും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു 16-17 കിലോമീറ്റർ ആ ഒരു റേഞ്ചേ വരുന്നുള്ളൂ. അത് വലിയ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു ഇന്നലെ ഇന്റർസിറ്റി ട്രിപ്പൊക്കെ. അതിൽ ഒരു 750 രൂപയോളം CNGക്കായി. പിന്നെ ഒരു 300 രൂപ അടുപ്പിച്ച് യൂബറിന് കൊടുക്കേണ്ടി വന്നു. അവർക്ക് ചാർജസ് എന്ന് പറഞ്ഞ് ഓരോ ഇന്റർസിറ്റി ട്രിപ്പിനും അവർ 40 രൂപ 70 രൂപ വെച്ച് നമ്മളെ അങ്ങനെ ചാർജ് ചെയ്തു. അങ്ങനെ ഇന്നലെ 1000 രൂപയോളം CNGക്കും യൂബറിനുമായിട്ട് പോയി. ബാക്കി ഇന്നലെ എല്ലാം കൂടെ ഒരു 1800 അടുപ്പിച്ചുള്ള എമൗണ്ടാണ് ഉണ്ടായിരുന്നത്. ട്രിപ്പ് ഉണ്ടായിരുന്നത് ചോദിച്ചാൽ ട്രിപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും നമുക്ക് അടുത്ത ട്രിപ്പ് അടിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നമുക്കൊരു ട്രിപ്പ് അടിച്ചു. അപ്പോൾ അത് പിക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. PMGയിലോട്ടാണ് ട്രിപ്പ് അടിച്ചത്. അതൊരു നോൺ AC ട്രിപ്പാണ്. ഇവിടെ കുറച്ച് വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് കമ്പാരിറ്റീവ്ലി ഈ ട്രിപ്പ് കുറവാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ട്രിപ്പ് എടുത്തത്. കുഴപ്പമില്ലാത്ത റേറ്റ് ഉണ്ട്, അതുകൊണ്ട് എടുത്തു. അപ്പോൾ പിന്നെ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. പിക്ക് ചെയ്തിട്ട് കാണാം. അപ്പം നമ്മൾ ലൊക്കേഷനിലെത്തി. കസ്റ്റമർ ഇവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും ഇനി കസ്റ്റമറെ കയറ്റി ലൊക്കേഷനിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആ ട്രിപ്പ് കഴിഞ്ഞു. ഇവിടെ PMGയിലായിരുന്നു. PMGയിലെ മറ്റേ പ്രിസൈസ് എന്ന് പറയുന്ന ഒരു ഐ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്തു, പേയ്മെൻ്റ് എല്ലാം വാങ്ങിച്ചു. ഇതൊരു നോൺ AC ട്രിപ്പായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ല. എമൗണ്ട് ഇവിടെ എത്തിയപ്പോൾ ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നായിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമുക്കൊരു ട്രിപ്പ് കിട്ടി. എയർപോർട്ട് ട്രിപ്പാണ്. അത് ഇവിടെ ബേക്കറി ജംഗ്ഷൻ്റെ അടുത്ത് ഊറ്റുകുഴി, അവിടെ നിന്ന് അടുത്ത് എയർപോർട്ടിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഇപ്പോൾ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ എത്തി. ഇത് ഒരു ചെറിയ റോഡാണ്. ലൊക്കേഷനിലെത്തി, പക്ഷെ കസ്റ്റമറെ കാണുന്നില്ല. എന്തായാലും ഒന്ന് വിളിച്ച് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എയർപോർട്ട് ട്രിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ എയർപോർട്ടിൽ പുതിയ താരിഫൊക്കെ ആക്കിയിട്ടുണ്ട്. ഓട്ടോയ്ക്ക് 20 കയറിയ 20 രൂപ എന്നുള്ളത് 50 രൂപയാക്കി. കാറുകൾക്ക് 50 രൂപ എന്നുള്ളത് 70 രൂപയാക്കി. പ്രൈവറ്റ് വാഹനങ്ങൾക്ക്
10 മിനിറ്റ് ഫ്രീ, അത് കഴിഞ്ഞ് 100 രൂപയാക്കി. അപ്പോൾ അങ്ങനെയൊക്കെ താരിഫുൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ശംഖുമുഖം ബീച്ചിൽ കൂടെ അങ്ങനെ വരുവാണ്. ഇനി 2 ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമെന്ന് പറയുന്നു. എന്തായാലും നോക്കാം, കുറച്ച് ഇങ്ങോട്ട് വെയിറ്റ് ചെയ്യാം, ഏതെങ്കിലും ട്രിപ്പ് കിട്ടിയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് എയർപോർട്ടിൽ നിന്ന് ട്രിപ്പൊന്നും കിട്ടിയില്ല. അങ്ങനെ പതുക്കെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് പതുക്കെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ CNG അടിക്കാൻ സമയമായി. രാവിലെ CNG അടിച്ചില്ലായിരുന്നു. അപ്പോൾ കൊച്ചുവേളി പ്ലാന്റിൽ പോയി CNG ഫുള്ളാക്കി ചാക്ക ജംഗ്ഷൻ എത്തിയപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചു. അത് പേട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു. പേട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മളെ പട്ടം വരെ. അപ്പോൾ അത് കസ്റ്റമറെ പിക്ക് ചെയ്തു. ഭയങ്കര തിരക്കായിരുന്നു റോഡ്, അതാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ പേട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പട്ടം ഡ്രോപ്പ്. അപ്പോൾ അത് കഴിഞ്ഞു. അങ്ങനെ പട്ടത്തൊരു സ്ഥലത്ത് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. അടുത്ത ട്രിപ്പ് അടിക്കുമില്ലേ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പട്ടം ആ സൈഡായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു ചെറിയ ട്രിപ്പ് അടിച്ചു. ഇവിടെ മാറുവാനീസ് വരെ 4-5 അപ്പോൾ ആ ട്രിപ്പ് എടുത്തു. അത് 160 രൂപയായിരുന്നു. ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. കോളേജിന് വെളിയിലേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇന്ന് ട്രിപ്പ് കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്തായാലും നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇപ്പോൾ ഒരു ട്രിപ്പ് കിട്ടി. 2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ട്രിപ്പ് കിട്ടിയത്. ആ ഗ്യാപ്പിൽ ചോറൊക്കെ കഴിച്ചു. പരുത്തിപ്പാറയിൽ നിന്നാണ് ഒരു ട്രിപ്പ് കിട്ടിയത്. അപ്പോൾ എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ആ ട്രിപ്പ് കഴിഞ്ഞു. പൊതുജനം റോഡെന്ന് പറയുന്ന റോഡിനകത്ത് അറ്റത്തൊരു ഫ്ലാറ്റ് ഉണ്ട്, അവിടെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ റോഡൊക്കെ ഇപ്പം മോശമാണ്. എന്തായാലും നമുക്കിനി അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇന്ന് കമ്പാരിറ്റീവ്ലി ട്രിപ്പ് കുറവാണെന്ന് തോന്നുന്നു. നല്ല ഗ്യാപ്പ് ആണ് ഓരോ ട്രിപ്പും അടിക്കുന്നത്. നല്ല ഗ്യാപ്പ് ഇട്ടാണ്. കാരണം ഏതാണ്ട് 2 മണിക്കൂറിൽ കൂടുതൽ ഒരു സ്ഥലത്ത് കിടന്നതിന് ശേഷമാണ് ഒരു ട്രിപ്പ് കിട്ടിയത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇന്ന് ട്രിപ്പ് കുറവാണ്. എന്തായാലും നമുക്ക് അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കൊരു ട്രിപ്പ് അടിച്ചു. അത് പിക്കപ്പ് നമ്മുടെ ഫെയർ സലൂണിൽ നിന്നാണ്. ഡ്രോപ്പ് നോക്കിയപ്പോൾ 0 കിലോമീറ്റർ എന്നാണ് കാണിച്ചത്. എന്തായാലും കസ്റ്റമർ പുറത്ത് വെയിറ്റിംഗ് ആണ്, എങ്ങോട്ടാണെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ആ ട്രിപ്പ് കഴിഞ്ഞു. അത് 0 കിലോമീറ്റർ കാണിച്ചെങ്കിലും ഒരു 10-12 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇനി ഏതാണ്ട് നമ്മുടെ തിരുവല്ലം കഴിഞ്ഞ് പിന്നെ ഒരു 6 കിലോമീറ്റർ അകത്തോട്ട് വരണം. റോഡ് പാച്ചല്ലൂർ, പൂങ്കുളം, ഇനി വെങ്ങാനൂർ അടുപ്പിച്ച് വരണം. വെങ്ങാനൂർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് വിഴിഞ്ഞം അടുപ്പിച്ചായി. അപ്പോൾ അതായിരുന്നു ട്രിപ്പ്. ഇവിടെ ഒരു ഡാൻസ് അക്കാഡമിയിലായിരുന്നു ഡ്രോപ്പ്. അപ്പോൾ ഡ്രോപ്പ്
ചെയ്തു, എമൗണ്ടൊക്കെ വാങ്ങിച്ചു. അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ട്രിപ്പൊന്നും അടിക്കുന്നില്ല. എന്തായാലും മെയിൻ റോഡിലോട്ട് പോകാം. ഇവിടെയൊക്കെ ഭയങ്കര ക്ഷാമമാണ് ട്രിപ്പിന്. കാരണം ട്രിപ്പേ അടിക്കാത്ത ഏരിയാസാണ് ഇതൊക്കെ. യൂബറിന് പിന്നെ ഇത് നല്ലൊരു ഔട്ടർ എന്ന് തന്നെ പറയാം. തിരുവല്ലം കഴിഞ്ഞും 6 കിലോമീറ്റർ ഉള്ളിലോട്ടെന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണ്. 2 സൈഡും വയലാണ്. വയലിന്റെ നടുക്കൂടിയാണ് റോഡ്. അവിടെ ഈ റോഡ് ലെഫ്റ്റ് തിരിഞ്ഞാൽ നേരെ പള്ളിച്ചൽ വെങ്ങാനൂർ റോഡ്. അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞാൽ നേരെ കോവളം ജംഗ്ഷൻ. അപ്പോൾ എന്തായാലും നമുക്ക് മെയിൻ റോഡ് നോക്കി പോകാം. കോവളത്തൊന്നും ഇപ്പം ട്രിപ്പൊന്നും അടിക്കത്തില്ല. ഇനി നമ്മൾ പള്ളിച്ചൽ വെങ്ങാനൂർ മെയിൻ റോഡിലോട്ട് പോവാണ്. അപ്പോൾ അടുത്ത ട്രിപ്പ് കിട്ടുന്നത് വരെ മെയിൻ റോഡിൽ എവിടെയെങ്കിലും കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പള്ളിച്ചൽ വെങ്ങാനൂർ റോഡിൽ കുറച്ച് നേരമൊക്കെ നിന്ന് നോക്കി. പക്ഷേ ട്രിപ്പൊന്നും അടിച്ചില്ല. പിന്നെ പള്ളിച്ചൽ ജംഗ്ഷനിലോട്ട് വന്നു. അവിടെയും കുറച്ച് നേരം നിന്ന് ട്രിപ്പ് കിട്ടിയില്ല. പിന്നെ പതുക്കെ പാപ്പനംകോട് ലക്ഷ്യമായി വന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു ട്രിപ്പ് കിട്ടി. അപ്പം ആ ട്രിപ്പ് ഇവിടെ പ്ലാമൂട് സൈഡായിരുന്നു ഡ്രോപ്പ്. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചു. നന്തൻകോടുന്ന് ഉള്ളൂർ പ്രശാന്ത് നഗറാണ് പോവേണ്ടത്. അപ്പോൾ നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാം. ഇവിടെ ചെറിയ മഴയൊക്കെ പെയ്തു. പെട്ടെന്ന് കാർമേഘം കൂടി പെട്ടെന്നൊരു മഴ അങ്ങ് പെയ്തു പോയി. തീരെ വലുതായിട്ടും അല്ല, തീരെ ചെറുതായിട്ടും അല്ല. ഒരുവിധം റോഡൊക്കെ അത്യാവശ്യം നനഞ്ഞു. അങ്ങനെ ഒരു മഴ പെയ്തു പോയി. എന്തായാലും നമ്മൾ കസ്റ്റമറുടെ അടുത്ത് എത്താറായി. അപ്പോൾ കസ്റ്റമറെ പിക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സ് ആ ട്രിപ്പ് കഴിഞ്ഞു. പ്രശാന്ത് നഗർ ഉള്ളൂർ അവിടെ ആയിരുന്നു ഡ്രോപ്പ്. അപ്പോൾ നമുക്കിനി മെയിൻ റോഡിലോട്ട് നിൽക്കാം. പ്രശാന്ത് നഗർ റോഡൊക്കെ ഇപ്പോൾ ടാർ ചെയ്തിട്ടുണ്ട്. നല്ല റോഡാക്കിയിട്ടുണ്ട്. മുമ്പ് ഇടയ്ക്ക് ഒക്കെ മോശമായിരുന്നു. ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. ടാർ ചെയ്തു, നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാം. അടുത്ത ട്രിപ്പ് കിട്ടുമോ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചു. ഒരു 1.25 മണിക്കൂറോളം ഇവിടെ ഈ ഉള്ളൂർ സൈഡിൽ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോഴാണ് ഒരു ട്രിപ്പ് അടിച്ചത്. അത് ഇവിടെ ഉള്ളൂരിൽ നിന്നടുത്ത് ലുലു മാളിലാണ് ഡ്രോപ്പ്. അപ്പോൾ നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവാം. ഇവിടെ മഴ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. അതെ, മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി കസ്റ്റമറെ പിക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ലുലു മാളിൽ ഡ്രോപ്പ് ചെയ്തു. പിന്നെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ട്രിപ്പൊന്നും കിട്ടിയില്ല. ചിലപ്പോൾ ഇവിടെ ഡ്രോപ്പ് ചെയ്ത ഉടനെ തന്നെ അടുത്ത ട്രിപ്പ് അടിക്കും. ഇവിടെ ട്രിപ്പില്ല, വലിയ തിരക്കില്ല. ലുലു
എന്തായാലും നമുക്ക് കുറച്ചങ്ങോട്ട് മാറി നിൽക്കാം. ട്രിപ്പ് കിട്ടുമോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ പതുക്കെ CNG ഫില്ല് ചെയ്തിട്ട് അതൊക്കെ വീട്ടിലേക്ക് പോകാം. കാരണം നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി റൈഡിൻ്റെ കേസൊന്നും അറിയത്തില്ല. ഇനി എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഒന്ന് രണ്ട് ടാക്സി വണ്ടികളൊക്കെ കിടപ്പുണ്ട്. ഇവിടെയും കിടപ്പുണ്ട് ഒരു 3-4 എണ്ണം. അത്യാവശ്യം ട്രിവാൻഡ്രം സിറ്റിയിൽ വണ്ടികൾ ഒരുപാടാണ്. ഡെയിലി വണ്ടികളുണ്ട്. അതുകൊണ്ടും അതുപോലെ കാരണമാവാം. മേ ബി ട്രിപ്പ് കുറയുന്നത് അതൊരു കാരണമാവാം. കാരണം എല്ലാ വണ്ടികൾക്കും ട്രിപ്പ് കൊടുക്കണമല്ലോ. അപ്പോൾ നമുക്ക് ട്രിപ്പ് കുറയുന്നത് അതും ഒരു കാരണമാകാം. അറിയത്തില്ല, എൻ്റെ ഒരു സംശയമാണ്. ഒരു 70-75% അത് തന്നെ ആകാനാണ് സാധ്യത. പലരും അതാണ് പറയുന്നത്. എന്തായാലും നമുക്കുള്ളത് നമുക്ക് തന്നെ കിട്ടും ഗൈസ്. വേറെ പിന്നത്തെ കാര്യം. എന്തായാലും നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് ട്രിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഇല്ലെങ്കിൽ അതൊക്കെ നൈസായിട്ട് അങ്ങ് വീട്ടിലേക്ക് പോവാം. കാരണം നല്ല മഴയും വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ലുലുവിൻ്റെ സൈഡിൽ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു. അതാണ്ട് ഒരു 1.5 മണിക്കൂറോളം വെയിറ്റ് ചെയ്തു. ട്രിപ്പൊന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തു. ഇന്ന് ട്രിപ്പ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇനി CNG അടിച്ച് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെ നല്ല മഴയൊക്കെ പെയ്തായിരുന്നു. ഏതാണ്ടൊരു 1.5 മണിക്കൂറോളം വെയിറ്റ് ചെയ്തു. ട്രിപ്പൊന്നും അടിച്ചില്ല. ലുലുവിലും ആള് കുറവായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം. അങ്ങനെ CNG പമ്പിൽ നിന്ന് അടിക്കണോ പ്ലാന്റിൽ നിന്ന് അടിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഇന്ന് പമ്പിൽ നിന്ന് അടിച്ച് നോക്കാം. തിരക്കില്ല. അപ്പോൾ എന്തായാലും CNG ഒക്കെ അടിച്ച് വീട്ടിലേക്ക് പോവാണ്. പിന്നെ ബാക്കി യൂബറിൻ്റെയും റാപ്പിഡോയുടെയും ഓലയുടെയും കേരള സവാരിയുടെയൊക്കെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ രാത്രി മഴയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.